ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഞങ്ങളുടെ തിരുവോണം വന്നത് ഫ്രൈഡേ ആയിരുന്നു. അപ്പം ഭയങ്കര നമ്മൾ വർക്കിംഗ് ഡേ ആയിരുന്നത് കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഒബ്വിയസ്ലി നമ്മൾ വീക്കെൻഡിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ ഇന്ന് എല്ലാവരും ഫ്രീ ആണ്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഫ്രീ ആണ്. അതെ, അപ്പോൾ ഇന്നൊരു കുട്ടി ഓണ സെലിബ്രേഷൻ ഞങ്ങളിവിടെ വീട്ടിൽ. ആക്ച്വലി ഇവിടെ വന്നിട്ട് ലണ്ടനിൽ വന്നിട്ട് ഫസ്റ്റ് ആദ്യമായിട്ടല്ലേ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ പുറത്തു പോയിട്ടായിരുന്നു സദ്യയൊക്കെ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും. ഒരു ഓണം വിശേഷങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ലണ്ടൻ ഫലാലി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഹാപ്പി ഓണം. ഇസുവിന് മുടിയിൽ ആരും തൊടാൻ പാടില്ല. എല്ലാരും ഓൾമോസ്റ്റ് റെഡി. ഇസു ഡ്രസ് ഇട്ടു. ഞാൻ ഡ്രസ് ഇനി എനിക്ക് മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇസു സേ ഹായ്, സേ ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, സേ ഹാപ്പി ഓണം. ഹാപ്പി ടു യു അല്ല, ഹാപ്പി ഓണം. സേ ഹാപ്പി ഓണം ഇസു. ഞങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഇസുവിന് നല്ല ഉറക്കം വരുന്നു. ഇസുവിന് നല്ല നിർബന്ധം. അപ്പം ഇസുവിനെ പാല് കൊടുത്ത് ഒന്ന് ഉറക്കി. ഇസു എനിക്കും ഇസു ഉഷാറാവും. മുണ്ടൊക്കെ കൊടുത്ത്. ഏത് മൂഡ് ഷാനു? ഓണം മൂഡ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് തട്ടിക്കൂട്ടൽ ഓണം ഡ്രസ്സാണല്ലേ ഇത്? ഏകദേശം മാച്ച് ആയിട്ടുള്ളത് കിട്ടി. ആക്ച്വലി ഇതൊക്കെ അതൊരു സ്റ്റോറി, അത് പിന്നെ പറയാം. ഇസുവിന് ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഞാൻ റെഡി ആവുന്നതിന് മുന്നേ അവളെല്ലാം ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതാ നോക്കിയേ, എല്ലാം സ്ലൈഡെല്ലാം ഇവിടെ ഊരി അവള് വെച്ച്, അവള് സ്ലൈഡെല്ലാം ഊരി വെച്ചിട്ടാണ് പോയി കിടന്ന് ഉറങ്ങി. തലേന്ന് എല്ലാം ഉണ്ടാക്കി. ഇന്ന് വേറൊരു സ്പെഷ്യൽ ഉള്ളത്, ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അതിലൊരു ഫ്രണ്ട്സ്, അതായത് ഒരു ഫ്രണ്ടും ഫാമിലിയും, അവർ നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ അവർ ഇതുവരെ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്ന് ഫസ്റ്റ് ടൈം നമ്മളവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അവരുടെ ഹോൾ ഫാമിലി കുറച്ച് കറികളൊക്കെ അവർക്ക് ഉണ്ടാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നലെ തൊട്ടിട്ട് 2 ദിവസം മുന്നേ തൊട്ടിട്ട്. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരെ ഫീഡ് ചെയ്യാനായിട്ട്. പിന്നെ സദ്യക്ക് ഉണ്ടാക്കിയ കറികളൊക്കെ കാണിച്ചു തരാൻ കേട്ടോ എന്താണെന്നുള്ളത്. ഇപ്പോഴേ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ ഷാനു? അല്ല, ഞാൻ മറ്റേ ചിപ്സും കൊണ്ടാട്ടോ നോക്കുമായിരുന്നു. എവിടെയായിരുന്നു വെച്ചാൽ ഞാനും അച്ചു ഉമ്മച്ചിയും കൂടെ ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയപ്പോൾ അറൗണ്ട് ഒരു 3 o'clock ആയി, ഏർലി മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നൈറ്റ് ഒരു 9 o'clock കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഏകദേശം 33 ഡിഷസാണ് മൊത്തത്തിൽ, റൈസ് എല്ലാം ഉൾപ്പെടെ. നമ്മുടെ രസമുണ്ട്, അവിയലുണ്ട്, വിഴുക്കുണ്ട്, പിന്നെ ഉടച്ചുകറി, എരിശ്ശേരി, കാളൻ, പച്ചടി, നമ്മുടെ ബീട്രൂട്ട് പച്ചടി, പിന്നെ വെള്ളരിക്ക കിച്ചടി, ഇതിനകത്ത് നമ്മുടെ ക്യാബേജ് തോരൻ, പിന്നെ മാമ്പഴ പുളിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, പയറ് തോരൻ, ബീൻസും നമ്മുടെ ക്യാരറ്റും കൂടെയുള്ള തോരൻ, പുളിശ്ശേരി, വെള്ളരിക്ക ഇട്ട പുളിശ്ശേരി, ഇഞ്ചിക്കറി, കൂമ്പ്, നമ്മുടെ വാഴക്കൂമ്പും പയറും ഇട്ട തോരൻ, പരിപ്പ് കറി, ടച്ചിങ്സിന് അച്ചാറ്, പിന്നെ നമ്മുടെ പാലട പായസം, ബെർമസിലിൻ്റെ പായസം, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അടപ്രഥമൻ, നല്ല അടിപൊളി അടപ്രഥമൻ, പിന്നെ സാമ്പാർ എല്ലാം. അതായത് 3 തേങ്ങാപ്പാൽ എടുത്ത് കറക്റ്റ് പ്രോപ്പർ നാട്ടിൽ, അതല്ല ഇത്രയും ടൈം എടുത്ത്. അല്ല പിന്നെ ഇത് കണ്ടോ, ചോറ്. ഏകദേശം നമ്മൾ ഒരു 10-14 പേരുണ്ടാവില്ലേ, അറൗണ്ട് ഒരു 15 പീപ്പിൾ ഉണ്ടാവും നമ്മളെല്ലാവരും. ഇല എടുത്ത് വാഷ് ചെയ്യണം. ഇലയൊക്കെ നമ്മൾ നാട്ടിൽ ഭയങ്കര ചീപ്പാട്ടോ ഇല. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം വിചാരിച്ച് പ്ലാസ്റ്റിക് ഇല വാങ്ങാമെന്ന്. ഷനോന്ന് എടുത്ത് ഹെൽപ്പ് ചെയ്യടാ. അല്ല, എങ്ങനെ എടുക്കുക, അത് വാഷ് ചെയ്ത് വെക്കാം. ആദ്യം ഞങ്ങൾ വിചാരിച്ചു പ്ലാസ്റ്റിക് ഇല യൂസ് ചെയ്യാം. പിന്നെ വിചാരിച്ചു എന്തായാലും ഇത്രയും നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, പിന്നെ ഇതിനായിട്ടൊരു കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. നാട്ടിൽ നമുക്കൊരു വിലയില്ലല്ലോ ഈ ഇല, പോവുക പറമ്പിൽ നിന്ന് വെട്ടുക. ഇവിടെ ആണെങ്കിൽ ഭയങ്കര നമുക്ക് ലക്ഷറി ആയിട്ടുള്ള സാധനമാണ് വാഴയില. ഇത് ഇസുവിനും ഐസുവിനും ചെറിയ ഇല കേട്ടോ. ഇത് ആക്ച്വലി ഫ്രീസറിൽ ഇലയപ്പം
കട്ട് ചെയ്തിട്ട് ഇലയപ്പത്തിന് വേണ്ടി ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്നു. ഇനി എപ്പോഴെങ്കിലും ഇത് അത് ഷാനു ഇനി വെച്ചിട്ടുണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കിയതാ. പക്ഷെ സക്സസ് ആയല്ലേ. അതെങ്ങനെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷാനു ചെയ്ത സംഭവമാണ് ഇതുപോലെതാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിയിട്ടല്ലേ മെയിനായിട്ട് സെറ്റ് ആയിട്ടാണ് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വരുവാണെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം. ഷാൻ ഇതുപോലെ കട്ട് ചെയ്ത് റോൾ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടു. എന്നിട്ട് എന്തെന്ന് പറഞ്ഞാൽ അത് എടുത്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കുറച്ച് വാഷ് ചെയ്തപ്പോഴായോ? ഓക്കെ. അപ്പോൾ അത് ആരെങ്കിലും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താ നല്ല കറക്റ്റ് നന്നായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ക്യുക്ലി ഇലയപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു നല്ലൊരു ടിപ്പാണ്. ഞങ്ങൾ എവിടെയും കണ്ടതല്ല. ഷാനുമായിട്ട് ഇപ്പോൾ ചെയ്ത് നോക്കി സക്സസ് ആയൊരു സാധനം കേട്ടോ. അടിപൊളി മുണ്ട്. ഇവിടെ ഓണമായിട്ട് കുറച്ച് ആൾക്കാർ നല്ല രസമുണ്ട്. പ്ലാൻ ചെയ്യാത്തവർക്കല്ല രസം. നിങ്ങൾ പറഞ്ഞു ഇതെന്തീരി ഐസ് ഉറങ്ങിയ രണ്ടുപേരും ഓണം ഡ്രസ്സൊക്കെ ആയിട്ട് ഉറക്കമായി. അവർ ഉറങ്ങി എണീക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ സീനായിരിക്കും. യെസ്, നമുക്കൊരു അവിടെ നിന്ന് എടുക്കാം. പച്ചപ്പിൻ്റെ അവിടെ ഓണം ഫോട്ടോഷൂട്ട്. നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ സദ്യയാണ് കേട്ടോ. നമ്മളന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ട്രിവാൻഡ്രം സ്റ്റൈൽ സദ്യയാണ്. എത്തിയവര് ഫസ്റ്റ് സദ്യ ഉമ്മാക്ക് തന്നെ വിളമ്പി. കാര്യം ഉമ്മച്ചി ഫ്രണ്ട്സൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആവുന്നു. ഉമ്മാക്ക് ഡയബറ്റിക് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആറാംസെ. അല്ല എത്തി മീറ്റിങ്ങാ ആണോ? ഇവിടെ നിങ്ങൾ എത്താൻ 5 മിനിറ്റ്. പ്രശ്നം എവിടെ? ഇരിക്കും. ഉമ്മ നല്ല തളർന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഉമ്മാക്ക് ചോറ് കൊടുക്കാന്ന്. നിക്ക് അല്ലല്ലേ വെള്ളം ഫുഡ്. എന്നാ പിന്നെ ഇരുന്നാലോ? ഹാപ്പി വേണം. എന്നാ ഇരുന്നാലോ? ഇരിക്കാം. അപ്പുറത്ത് അവർ വരട്ടെ. ഇവര് അങ്ങനെ ഇരിക്കാം ഒരുമിച്ചൊക്കെ അല്ലേടാ. ഇസോയിസ് ഉടുപ്പ് ഇട്ട ഉടനെ ഉറങ്ങി. വെക്കാം ഒരുമിച്ച് അവർക്ക് ഇവിടെ കയറിയിടട്ടെ. ഇരിക്കടി ഷാനു, നിങ്ങളും കൂടെ അങ്ങ് ഇരിക്കും. അപ്പോഴത്തേന് എനിക്ക് വയ്യ. ഇല ഇടട്ടെ. 1 2 പ്ലേറ്റ് ഒരുമിച്ച് കൂട്ടത്തിൽ ഇരിക്കത്തില്ല. പ്ലേറ്റിലല്ലേ? ആ ചേച്ചി ഓരോന്നും ഉമ്മച്ചി ഇത് കഴിച്ചു തരുവാണല്ലോ. ഉമ്മച്ചി വെക്കുന്നോറും കുഴപ്പമില്ല. തോരന് വിഴുക്ക് ഇനി വെച്ചോ. വിഴുക്ക് തോരനൊക്കെ ആയിട്ട് വെച്ചോ. ഇല ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് വിളമ്പാൻ എന്തായാലും പറ്റില്ല. കാരണം എന്തായാലും 2-3 പന്തിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സദ്യ തീരുള്ളൂ. നമ്മൾ അത്യാവശ്യം ഒരു ഇത്ര പേരുണ്ട്, 14-15 പീപ്പിൾ ഉണ്ട് എന്തായാലും. അപ്പോൾ പയ്യെ പെട്ടെന്ന് തന്നെ സദ്യ 1 by 1 ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർ വരുമ്പോഴേക്കും കുറച്ച് പേര് ഒഴിയുമല്ലോ. So in our sadhya we'll start with chips and sharkara varti. Sharkara varti is very New harvest food came, yeah? എവിടെ ശർക്കര വരട്ടി? ശർക്കര വരട്ടി എവിടെ? Like Onam is because of the new harvesting crops. You can touch and seriously you can touch and eat, no problem. Yeah, they are. ഷാനു കഴിച്ചു തുടങ്ങടാ. ഹാപ്പി ഓണം. വളരെ ഹാപ്പി ഓണം. Wow, it's so कैसे लग रहे हैं? So good, right? നല്ല രസമുണ്ടല്ലേ കാണാൻ. Wow, what a look. Very nice. कहाँ है मेरा दोस्त? ചോറ് വരാതെ കറികളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പാരസ് ഇത് അവിടെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു. അവരാണ് അത് വിശ്വസിക്കുകയും. How's the sadhya ഭയ്യ? ആദ്യം പ്രഥമൻ. ലണ്ടൻ
give in one person. How I will have? That is Sadhya. No, no, no. No, you have to give Sadhya little. Three payasam I have made. Papada made पायस दिन बड़ा. Hi hi. पापड़ दे देती पायसम है ना. पूरा एकदम बुफे हो गया. हाँ बुफे नहीं but शाने अगर इंटर Sadhya. बापा बाकी करियो. പ്രഥമനാണ് മാസ്റ്റർ പീസ് അല്ലേ ആടെ പ്രഥമേ बढ़िया था. This I like and the rice I'm looking like Oh, you didn't like the rice. I think but amazing. But see, my show is almost finished, right? Amazing after. Oh, पसंद आई. इसको पसंद है देखो कैसे खा रहे हो सद्या Oh yeah. ഇസു ഇപ്പൊ എണീറ്റതേ ഉള്ളൂ കേട്ടോ ഇസു ഇറങ്ങി ഇപ്പൊ എണീറ്റതേ ഉള്ളൂ ഭയ്യ how was the സദ്യ Amazing. Loved it. It's the best sadhya of my life. जो कि दूसरी बार खा रहा है No, yeah. It's just the second time which I'm having it, but it's awesome. Thank you so much, Amina and family. ഇവിടെ മുണ്ട് എടുത്ത് ശരിയായില്ല അങ്ങനെ മുണ്ടിന്റെ ഡെമോ നടക്കണം फोटो खिंचवा लो सबके साथ फिर तुम अपना लुंगी पेपर केस को दे दो മുണ്ടെടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണോ മുണ്ടെടുക്കാൻ And you can fold it inside. ഇസു ഇപ്പൊ എണീറ്റതേ ഉള്ളൂ കേട്ടോ എണീറ്റിട്ട് കുറച്ച് നിർബന്ധം പൗഡർ ഡ്രസ്സ് ചെയ്ത ഉടനെ അവള് കിടന്ന് എന്താ ഇപ്പൊ എണീറ്റ് കുറച്ച് കഴിയുമ്പോൾ ശരിയാവായിരിക്കും ഐസു എണീറ്റിട്ടില്ല ഇസു ഇങ്ങോട്ട് നോക്കി ഇസു സേ ഹായ് ഇസു സേ ഹാപ്പി ഓണം ഓക്കെ 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 Peekaboo! फोटो खिंचा लेते इससे पहले कि हाँ 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 हो जाए. या फोटो ले लेती हूँ I'm telling you even I did not know that I got to know recently but what I am telling you do this you will be fine ഇസു and you know ഷൂ ഇടുവാണോ allows വാവ് to stay यहाँ पे क्या हो गया? that's the हाँ दोनों? आजा. two pregnant ladies here चाचा. नापी चेंज. ഐസു ഇപ്പൊ എണീറ്റതേ ഉള്ളു കേട്ടാ മൂടൊക്കെ നോക്കിയായിട്ട് വരുന്നേ ഉള്ളൂ മാലുക്ക് തരേ മാലു ഇവിടെ जल्दी आओ. जल्दी मामा जान बुला रहे മാലു ഇസു അടിയിലുണ്ടെന്ന് ഇസു സ്മൈൽ कहाँ है आपका मुंड कहाँ है मुंड എവിടെ उड़े. ആരല്ല मीना. ഹിന്ദുവോ Really? This is Nihal actually. He is from Mauritius, right? Yes. Yeah, he is also came to celebrate Onam with us. Look my nice attire today. Very nice. Yeah, he wear also the mundu. स्पून से खाओ यार. ഇനി ഞാനിരിക്കാം ഞങ്ങൾ അടുത്ത പന്തിയിൽ ഇതാ ഞാൻ ഇരിക്കാൻ ഓൾമോസ്റ്റ് ഷാനു ആച്ചു പ്രക്ഷോഭം എന്താ വിളമ്പിക്കൊണ്ടിരിക്കുന്നു We will put rice, then ghee and dal curry, then that rice with sambar we will eat, then we will eat payasam. 3 type of payasam we have today. Then again we will put some rice, then we will eat pulisheri, mango pulisheri, then cucumber pulisheri, then rasam. That's how the sadhya finish. So you need ഫാരിസ് ഇവരടുത്ത് പറഞ്ഞ് എല്ലാ കറി വിളമ്പിയിട്ട് ചോറും വിളമ്പി കറിയും വിളമ്പിയിട്ട് തൊടാവുള്ള ഇലയില്ലെന്ന് അപ്പൊ അവരെല്ലാരും അതിന് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇറങ്ങുവാണോ നിങ്ങള് ഐസുവിന്റെ കുട്ടി സദ്യ ദാ സ്പൂണിലാട്ടോ കഴിക്കുന്നേ വാവ് ഇസു യമ്മി യമ്മി Happy Onam. सुनो ना ഹാപ്പി ഓണം बीटरूट वाला सिखा देना ना ഇസു ആദ്യത്തെ കുഞ്ഞിപ്പഴമാണല്ലോ നിന്റെ വാവ് ബനാന സ്മോൾ ബനാന ഇതാണ് ഇസു പാളയംകോടൻ പഴം എന്താണ് ये कदली है. കദളിപ്പഴമാണോ
അങ്ങനെ എന്താ നമ്മുടെ മൂന്നാമത്തെ പന്തിയിൽ ആച്ചു ആര്യാണ് കേട്ടോ ഇരിക്കുന്നത്. ആച്ചു ലാസ്റ്റ് നല്ല വിശാലമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ പന്തി സദ്യ പരിപാടി കഴിഞ്ഞ് അടുത്ത നമ്മുടെ ഗെയിംസിലോട്ട് കിടക്കാനുള്ള പ്ലാനിലാട്ടോ ഞങ്ങളെല്ലാവരും. മക്കളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഇവരെല്ലാവരും കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡാണ് കേട്ടോ ശരിക്കും ഓർമ്മ വന്നത്. ഇതുപോലെയുള്ള ഓരോ ഫെസ്റ്റിവൽസിനും ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെലിബ്രേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് സെലിബ്രേറ്റ് ചെയ്ത് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, എനിക്കിപ്പോഴും എന്താണ് റിയലി മിസ് ദോസ് ഡേയ്സ്. ഫുഡ് കഴിച്ചവരെല്ലാവരും എന്താ ഇവിടെ ഓരോ സൈഡായിട്ടുണ്ട്. സദ്യയുടെ ക്ഷീണം മാറ്റാനായിട്ട് ഒരു തലകടി കിട്ടിയ കിടക്കാന്നുള്ള മട്ടിലാണ് കേട്ടോ എല്ലാവരും ചാരിയിരിക്കുന്നത്. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ടേസ്റ്റ്. എല്ലാം ഒന്നിനൊന്ന് ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എനിക്ക് ഒന്നൊരു 34-35 ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ആ ഒരു സദ്യയൊക്കെ കഴിഞ്ഞ് ആശു കഴിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു പുറത്ത്. വെതറും കുഴപ്പമില്ല, സണ്ണിയല്ല, പക്ഷേ ഒരു മഴക്കാറ് വരുന്നുണ്ട്. മഴ പെയ്യുമോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. അടിപൊളി സദ്യയായിരുന്നു, എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു. സൂപ്പറായിരുന്നു, അതെ സൂപ്പർ സദ്യ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കൂടെ. ഐ തിങ്ക് ഷാനു പ്രാക്ടീസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. ലെമൺ വിത്ത് സ്പൂൺ കളിക്കാനുള്ള പ്ലാനിലിതാ എല്ലാവരും. ലെമൺ ആൻഡ് സ്പൂൺ. Ready, 1, 2, 3, final time, start. Hey, Shanu. Yes. Oh man. Shocking. Oh my god. ധാരാള പ്രാക്ടീസ് ചെയ്യുന്നു. Rimsha, fast. Achu. Shanu. Very good. ഷാനു ഓടി ഗേറ്റിൻ്റെ പുറത്ത് പോയേട്ടോ. അതിനെല്ലാവരും കൂടെ കളിയാക്കി ഞങ്ങളെല്ലാവരും ചിരിച്ചു. ഇറ്റ്സ് ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ ഗെയിം എല്ലാം. ഡാഡ് ഓഫ് ദ ഇയർ ഫാരിസ്. ഐസുവിന് ലെമണും സ്പൂണും കടിക്കാൻ വയ്യാത്തുണ്ട്. ഗ്രേപ്സ് സ്പൂണിൽ ഗ്രേപ്സ് കുത്തിയിട്ട് കടി. യെസ്, ഓക്കെ. അവിടെ സൈഡിൽ നിർത്തി വരച്ച ഐസുവിനെ. സ്റ്റാർട്ട് പറഞ്ഞിട്ട്. Okay, wait. Ready? 1, 2, 3, Start. Come. Isu come. Focus ചെയ്ത് വരുന്നുണ്ട് കണ്ടോ. Well done. ഇത് നോക്ക്. Come. അത് കൊള്ളാം അല്ലേ. ഇസുവിന്റെ ലെമൺ ഗ്രേപ്പ് ഇസു കഴിച്ചു. ഗ്രേപ്പ് എവിടെ ഇസു? ഓക്കെ, ലണ്ടൻ മലയാളി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്തത് മ്യൂസിക്കൽ ചെയറിന് വേണ്ടിയിട്ട് ചെയർസൊക്കെ ഇങ്ങനെ നമ്മൾ റൗണ്ട് ആയിട്ടല്ലേ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈസി ആവാതിരിക്കാൻ റൗണ്ട് അല്ലാതെ ഇങ്ങനെ 6 ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, ഓവൽ ഷേപ്പിൽ ഓടാൻ വേണ്ടിയിട്ട്. बर्थडे पार्टीज यही खेले हम लोग बचपन से, आज भी खेलते हैं. OCD, black and white.
blast the music. You will manage, right? I will see there. No. It's not my fault. ये तुम्हारा किसी जिसका भी फोन है उसका नेट रुक रहा है. കളിക്കട്ടെ Wait. പതുക്കെയല്ലേ ഫാരിസ് ഫാസ്റ്റ് ആയിട്ടാണ്. I'm playing my daughter's Maisha's favorite song. Okay. അല്ല ഞാൻ മുന്നോട്ടല്ലേ പോകുന്നത്. 2 ഗെയിമും വിജയിച്ചു. 2 games. പാട്ട് നിൽക്കുമ്പോ ആരുടെ കയ്യിലാണോ അവര് പണിഷ്മെന്റ് ഔട്ട്. എല്ലാവർക്കും കിട്ടത്തില്ലേ ഔട്ട് ആവത്തില്ല സ്പൈഡർമാൻ. करते रहेगा, पास करते रहेंगे. जैसे म्यूजिक स्टॉप, if it is him, she will give and chip. No, she will do like this and he will pick the chip. ठीक है? And whatever his luck is, chip करना ही है. After that come with ഔട്ട് come sit. आउट हो जाएगा. हाँ പണിഷ്മെന്റ് के बाद ചൈൽഡ്ഹുഡ് റൈംസ്. കാക്കേ കാക്കേ കൂടെ കൂടിനകത്ത് പിന്നുണ്ട്. പാടി. ചൈൽഡ്ഹുഡ് ഇത് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു കേട്ടോ. എല്ലാവരും ചിരിച്ച് ഒരുപാട് ഒറ്റ കാര്യം അത് 10 സ്റ്റെപ്സ് ചാട് കൊണ്ടാണ് ഈ എനിക്ക് കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ഓണം ലണ്ടനിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് ഓണം പ്രോഗ്രാം കണ്ടുവരുന്നുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ എനിക്ക് അറിയുന്ന ഒരു 2-3 സ്ഥലങ്ങളിൽ നടന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹോൾ റെൻ്റ് ഔട്ട് ചെയ്തിട്ട് അവിടെ ഒരു പ്രൈവറ്റ് ഫങ്ഷനായിട്ടാണ് നമ്മൾ ഈ ഓണം സെലിബ്രേറ്റ് ചെയ്തത് അതിനകത്ത്. അതുപോലെ തന്നെ വീടിനകത്ത് നമ്മൾ സദ്യ ഉണ്ടാക്കി പിന്നെ ഡ്രസ്സപ്പ് ചെയ്തു എല്ലാവരും ഇതുപോലെ ഗ്യാദർ ചെയ്ത്, അതായത് ഭയങ്കര പ്രൈവറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഓണം എൻ്റെ അറിവിൽ പല സ്ഥലത്തും, അതായത് എസ്പെഷ്യലി ലണ്ടനിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു, അതായത് എമിഗ്രൻസ് പുറത്ത് പോയിട്ട് നമ്മുടെ കൾച്ചറലായിട്ടുള്ള സെലിബ്രേഷനൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക്, അതായത് നമ്മൾ പോകുന്ന ഏത് കൺട്രിയിലെ ആൾക്കാർക്കാണോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് അവരെ കൊണ്ട് പറയുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു സെലിബ്രേഷൻ വരുന്നത് ഞാൻ അങ്ങനെ ഒരുപാട് ന്യൂസ് കണ്ടു കേട്ടോ. എനിക്കും ശരിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ എനിക്ക് ആ ന്യൂസൊക്കെ കണ്ടപ്പോൾ. ഇവിടുത്തെ ഇംഗ്ലീഷുകാർ പ്രത്യേകിച്ച് അവർക്ക് നമ്മുടെ സെലിബ്രേഷനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഓണവും സദ്യയും നമ്മൾ ഈ ഡ്രസ്സപ്പ് ചെയ്ത് പോകുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അൺലെസ് അത് അവർക്കൊരു ബുദ്ധിമുട്ടാവുന്നത് വരെ അവർക്ക് ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ എല്ലാ ദിവസവും അവരുമായിട്ട് അടുത്ത് ഞാൻ അവരുമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സോ എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഓണം എന്നല്ല ഏത് സെലിബ്രേഷൻ ആയാലും അതിൻ്റേതായ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൺട്രി റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണെന്നുള്ളൊരു ഓർമ്മ എപ്പോഴും ഒന്ന് മനസ്സിൽ വയ്ക്കുന്നത് നന്നായിരിക്കും എല്ലാവർക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ലണ്ടൻ മലയാളി ഫാമിലിയുടെ വക ഹാപ്പി ഓണം. ഡാൻസ്, സോളോ ഡാൻസ്. 20 times in
30 seconds. Squat. Squat. Now. 30 seconds, 20 squat. We count in Malayalam, yeah? എന്നാലേ എഫക്റ്റ് കിട്ടും. साफ भाई दिखाओ ना कैसे करना है आचू बोल रहे ऊपर से नीचे नहीं ठीक है ऐसे हाँ पूरा नीचे नहीं जाना है. हाँ वन गुड ताड़ ഒരു പോണം Starting. 1, 2, 3, go. ആരാ Arya Khala thi. ഓക്കെ आमिना बच गई, जीत गई. वेरी गुड विनर. സോ വിന്നർ ആമിന പണിഷ്മെന്റ്. Sing. Your favorite song but like a kid. Everyone silent. yeah silent keep silent pin drop silent Lungi dance. wait लास्ट बार हमने को दे दो. नहीं मैं जीत गई तो केस है anyway I did one punishment with Shah. ആച്ചു പാടുന്ന ആര്യ കുറച്ചുകൂടെ വോയിസ് ആ It's the kid in Arya. Kid Arya is singing her favorite song. बच्चे लोग को वो इसमें अरे keep quiet please. Sound നേരെയാക്ക്. Oh my god. Sound തിരിച്ചെന്നാ എന്നെ വരട്ടെ Arya बोलो. Okay. Arya. Stop. Arya will sing. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. പാട് നീ പാട്. അത്രമേൽ ഇഷ്ടമാണ് നിന്നെ പൊന്നമ്മേ. Next line ദൂരെ തീരങ്ങൾ. Next one line ദൂരെ തീരങ്ങൾ. Anyway, clap. Very good. എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ഓണം അടിപൊളി. ഈ സദ്യ ഇഷ്ടപ്പെട്ടോ? അവിടുത്തെ ഡിന്നർ അപ്പോൾ നല്ലൊരു അടിപൊളി ഓണമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 7:30 ആയി. ഇപ്പോഴും ആരും പോയിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്ക് എല്ലാവർക്കും വേണ്ടി ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് പ്ലീസ്, ഷെയർ, സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര വാല്യുബിളാണ്. ദാറ്റ് മോട്ടിവേറ്റ്സ് മീ ആൻഡ് കീപ് മീ വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ. Until next time, bye.